അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഫെല്ല മൈ വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഈദ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ 2 റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട്. പെർഫെക്റ്റ് ആയിട്ടുള്ള പിങ്ക് പാലടയുടെയും റെസിപ്പിയും അതുപോലെ തന്നെ ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാണാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഈദ് വിശേഷങ്ങളുമാണ്. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് കിച്ചണിൽ കയറിയത്. മോളും എല്ലാവരും ഉറക്കമാണ്. അപ്പോൾ മോള് ഉറങ്ങിയ കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ പണികൾ ഒതുക്കാൻ പറ്റും. അതുകൊണ്ടാണ് വേഗം തന്നെ കിച്ചണിൽ കയറിയിട്ട് പണികൾ ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാൻ ആദ്യം ചെയ്യുന്നത് ജീരകശാലയുടെ റൈസ് അതൊന്ന് കുതിർത്തി വെക്കണം, കുറച്ച് ഒരു മാക്സിമം ഒരു 3/4 മണിക്കൂർ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഗ്രീൻ ഫാമിൻ്റെ റൈസാണ് എടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി റൈസാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് ഒന്ന് കുതിർത്തി വെക്കാനുണ്ട്. ഇനി സലാഡിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. ഞാനതിൻ്റെ വീഡിയോ മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ബിരിയാണിക്കുള്ള സലാഡ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് പെർഫെക്റ്റ് പിങ്ക് പാലട എങ്ങനെയാണ് കുക്കറിലൊന്നല്ലാതെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ ലോങ് ലൈഫിൻ്റെ 2.5 പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്, 2.5 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. 2 പാക്കറ്റും 3-ാമത്തെ പാക്കറ്റിൻ്റെ അര ഭാഗമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് 2 പാക്കറ്റ് ഡബിൾ ഹോഴ്സിൻ്റെ റൈസ് പാലട മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ഗ്രാമ്പു ആഡ് ചെയ്യാൻ നല്ലൊരു ഫ്ലേവർ കിട്ടും. നമ്മൾ ഏലക്കായ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, കാരണം ഇതിൽ ഓൾറെഡി ആ മിക്സിൽ ഓൾറെഡി ഏലക്കായുടെ ഫ്ലേവറൊക്കെ ഉണ്ട്. ഇനി മെയിൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് റെയിൻബോയുടെ 2 ടിന്ന് മിൽക്കാണ്. ഇത് മുന്നത്തെ ഒരു സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലും അത് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു എക്സ്ട്രാ വേറൊരു ടേസ്റ്റ് തന്നെയാണ് ഇത് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇത് ചെറിയ സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു നുള്ള് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നല്ലോണം ഒരു 20 മിനിറ്റ്സോളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പായസം ഇവിടെ റെഡിയായി. ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ പെരുംജീരകം, ഗരം മസാല, പിന്നെ കുറച്ച് സുർക്ക, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ. പിന്നെ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ട് ഈ ഒരു സ്റ്റേജ് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊരു പേസ്റ്റാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 കിലോ ചിക്കനോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എല്ലായിടത്തും ഒന്ന് പരട്ടി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ പരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് പൊരിക്കാൻ നേരത്ത് എടുക്കാം. അപ്പോൾ അതുവരെ ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിത് പൊരിക്കുന്ന ടൈമായപ്പോൾ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്.
ഇനി ആ ചിക്കൻ പൊരിച്ച ഓയിലിൽ തന്നെ ഒരു സവാള സ്ക്വയറാക്കി അരിഞ്ഞത്, ഒരു ക്യാപ്സിക്കം സ്ക്വയറാക്കി അരിഞ്ഞത്, രണ്ട് നാല് പച്ചമുളക് നടുകെ കീറിയത്, പിന്നെ വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് അയമോദകമാണ്. അതൊരു ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കസൂരി മേത്തി അതും ആഡ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ വെളുത്ത വെള്ളമാണ്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ അയമോദകം അതുപോലെ തന്നെ കസൂരി മേത്തി ഇട്ടിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. എന്തായാലും ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാവും. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഞാൻ ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ മുന്നൊരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. പക്ഷേ ഇത് ഫ്രൈഡ് ആയിട്ട് ചെയ്തതല്ല, ഇത് സാധാ നോർമലായിട്ടുള്ളൊരു ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ ഞങ്ങളിതേ ഫുഡൊക്കെ കഴിക്കാൻ പോവാണ്. എൻ്റെ ഉപ്പയും അതുപോലെ തന്നെ എൻ്റെ കസിൻ ബ്രദറും വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കൂടിയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 8:30 ആകുമ്പോഴാണ് നമ്മൾ പുറത്തിറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് വണ്ടിയിലൊന്ന് കറങ്ങി മാത്രമേ ഉള്ളൂ. പിന്നെ കസിൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ ആളെയും കണ്ടിട്ട് നമ്മൾ തിരിച്ച് പോവാണ്. അപ്പം നമ്മൾ തിരിച്ച് പോകുമ്പോൾ ikkade ഷോപ്പിക്ക് ഒന്ന് കയറിയിട്ട് പോവാണ്. ഇവിടെ കരാനിൽ ഹക്കീം ഗ്രോസറിയാണ് നമ്മുടെ ഷോപ്പ്. അപ്പോൾ ഇതാണ് കേട്ടോ ഷോപ്പ്. നമ്മൾ ഇങ്ങോട്ട് വരാറൊന്നുമില്ല. അപ്പോൾ പെരുന്നാളായിട്ട് ജസ്റ്റ് ഒന്ന് വന്നതാണ്. കുറേ ആയിപ്പോൾ വന്നിട്ട്. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ. വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ, ചെറിയൊരു ആഘോഷം. അപ്പോൾ ഇനി ഞങ്ങളുടെ കുറച്ച് ഈദിൻ്റെ പിക്സൊക്കെ കാണിച്ചു തരാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാ ഇനിയും പുതിയ വീഡിയോസും റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.